നമസ്കാരം. ഇത് കാണുക, കേൾക്കുക, ജീവിക്കുക എന്ന പരമ്പരയുടെ 5ാം ഭാഗമാണ്. ഇതിലെ സംഭവങ്ങൾ ദൈവവചനമായ വേദപുസ്തകത്തിൽ നിന്നും ഉള്ളതാണ്. കഷ്ടകാലങ്ങളിൽ ദൈവത്തിന്റെ സഹായം ലഭിച്ച ഉത്തമരായ സ്ത്രീ പുരുഷന്മാരുടെ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. സംഭവം 1. എലീശയും നയമാനും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ഇസ്രായേലിൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവാചകനായിരുന്നു എലീശ. ഒരു ദിവസം നയമാൻ എന്നൊരാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. നയമാൻ സിറിയൻ സൈന്യത്തിന്റെ സൈന്യാധിപനായിരുന്നു. സിറിയ ഇസ്രായേലിന്റെ ശത്രുവായിരുന്നു. നയമാനാകട്ടെ ധീരനും ശക്തനുമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് കുഷ്ഠരോഗമുണ്ടായിരുന്നു. എലീശായ്ക്ക് തന്റെ കുഷ്ഠരോഗം ഭേദമാക്കാൻ കഴിയുമെന്ന് കേട്ടറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇസ്രായേലിൽ വന്നത്. എന്നാൽ എലീശ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ പോലും പുറത്തു വന്നില്ല. എലീശ തന്റെ ശിഷ്യനെ അയച്ച് നയമാനോട് പറഞ്ഞു, യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക. നിങ്ങളുടെ കുഷ്ഠരോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. നയമാൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു, എലീശ പ്രവാചകൻ തീർച്ചയായും എന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് എന്റെ കുഷ്ഠരോഗം സുഖപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ നയമാൻ അവിടെ നിന്നും വലിയ ദേഷ്യത്തോട് പോയി. സംഭവം 2. നയമാൻ പുഴയിൽ ഇറങ്ങുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. കോപത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പിന്തിരിയാൻ നയമാന്റെ സേവകർ അദ്ദേഹത്തോട് യാചിച്ചു. എലീശായുടെ ലളിതമായ നിർദ്ദേശം അനുസരിക്കാൻ അവർ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ നയമാൻ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം പൂർണ്ണമായും ഭേദമായി. നയമാൻ വളരെ സന്തോഷിച്ചു. എലീശ മനുഷ്യരെ ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം അത്ഭുതവാനായ സത്യദൈവത്തിൽ വിശ്വസിച്ചു. തന്റെ ദൈവത്തിന് എന്തും ചെയ്യുവാൻ കഴിയുമെന്നും മനുഷ്യർ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തെ അനുസരിക്കണമെന്നും എലീശയ്ക്ക് അറിയാമായിരുന്നു. സംഭവം 3. സിറിയക്കാർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാൻ സിറിയക്കാർ വരുമ്പോഴെല്ലാം ദൈവം എലീശയ്ക്ക് അറിയിപ്പ് കൊടുത്തിരുന്നു. എലീശ ഇസ്രായേൽ രാജാവിന് മുന്നറിയിപ്പ് നൽകി. അതിനാൽ സിറിയക്കാർക്ക് ഇസ്രായേൽ രാജാവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. സിറിയൻ രാജാവ് തന്റെ ഭടന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി എലീശ എവിടെയാണെന്ന് കണ്ടുപിടിക്കുവിൻ, ഞാൻ അവനെ പിടിക്കും. ഒരു ദിവസം രാവിലെ എലീശായും അദ്ദേഹത്തിന്റെ ഭൃത്യനും പുറത്തു ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ സിറിയക്കാർ വരുന്നത് കണ്ട് ദാസൻ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, യജമാനനെ, നമ്മൾ എന്തു ചെയ്യും? എലീശ പറഞ്ഞു, ഭയപ്പെടേണ്ട, നമ്മോടൊപ്പമുള്ളവർ അവരോടൊപ്പമുള്ളവരെക്കാളും വലിയവരാണ്. അപ്പോൾ ദാസൻ ചുറ്റും കുതിരകളെയും അഗ്നിരഥങ്ങളെയും കണ്ടു. തങ്ങളെ രക്ഷിക്കുവാനായി ദൈവം അയച്ച സൈന്യമായിരുന്നു അവരെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സംഭവം 4. എലീശയും കാഴ്ച നഷ്ടപ്പെട്ട സൈന്യവും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. സിറിയക്കാർ എലീശായെ പിടികൂടാൻ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ കാഴ്ച നഷ്ടപ്പെടുത്തേണമേ.
ഉടൻ തന്നെ എല്ലാ പട്ടാളക്കാർക്കും കാഴ്ചയില്ലാതെയായി. എലീശ അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്നെ പിന്തുടരുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എലീശ കാഴ്ച നഷ്ടപ്പെട്ട സൈനികരെ ഇസ്രായേലിന്റെ പ്രധാന നഗരമായ ശമരിയയിലേക്ക് നയിച്ചു. അവിടെ വെച്ച് എലീശ വീണ്ടും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മനുഷ്യരുടെ കണ്ണ് തുറക്കേണമേ. ഉടനെ അവരുടെ കണ്ണ് തുറക്കുകയും തങ്ങൾ ഇസ്രായേലിന്റെ പട്ടണത്തിലാകുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇസ്രായേൽ രാജാവ് അവരെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീശ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, അവർക്ക് ഭക്ഷിക്കുവാനും കുടിക്കുവാനും കൊടുത്ത് അവരെ വിട്ടയക്കുക. സുഹൃത്തുക്കളെ, എലീശയുടെ ദൈവം നമ്മുടെ എല്ലാ ശത്രുക്കളെക്കാളും വലിയവനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ നാം പ്രതികാരം ചെയ്യേണ്ടതില്ല. സംഭവം 5. ശമരിയെ വളയുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 24 മുതൽ 7-ാം അധ്യായം 2 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ സിറിയൻ സൈന്യം വീണ്ടും വന്നു. അവർ ശമരി നഗരത്തെ വളരെക്കാലം വളഞ്ഞു. താമസിയാതെ പട്ടണത്തിലെ ഇസ്രായേലർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതെയായി. ആ സമയത്ത് ഇസ്രായേൽ രാജാവ് പട്ടണത്തിന്റെ മതിലിന് മുകളിൽ നടക്കുകയായിരുന്നു. 2 പെണ്ണുങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. തങ്ങളെ സഹായിക്കാൻ അവർ രാജാവിനോട് യാചിച്ചു. അവർക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. അവർ സ്വന്തം കുട്ടികളെ തിന്നുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് രാജാവിന് അറിയില്ലായിരുന്നു. ദൈവം അവരെ സിറിയക്കാരിൽ നിന്ന് രക്ഷിക്കാത്തതിനാൽ അദ്ദേഹം കോപിച്ചു. അദ്ദേഹം ദൈവദാസനായ എലീശയെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ എലീശ രാജാവിനോട് പറഞ്ഞത്, നാളെ ഈ നേരത്ത് ശമരിയുടെ കവാടത്തിൽ ധാന്യപ്പൊടിയും ബാർലിയും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കപ്പെടുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സംഭവം 6. 4 കുഷ്ഠരോഗികളുടെ നല്ല പ്രവൃത്തി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ആ സമയത്ത് 4 പേർ ശമരിയുടെ കവാടത്തിലിരുന്നു. എല്ലാവർക്കും കുഷ്ഠരോഗമുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ എവിടെ ഇരുന്ന് മരിക്കുന്നത് എന്തിന്? നമുക്ക് സിറിയൻ സൈന്യത്തിന്റെ അടുത്തേക്ക് പോകാം. ഇതിനിടയിൽ ഒരു സൈന്യം വരുന്നതുപോലെ ഒരു വലിയ ശബ്ദം സിറിയക്കാർ കേട്ടു. അവർ ഭയപ്പെട്ടു. അവർ അവരുടെ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോയി. കുഷ്ഠരോഗികൾ സിറിയൻ ക്യാമ്പിൽ എത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുഷ്ഠരോഗികൾ ഭക്ഷണവും അവർക്കാവശ്യമുള്ള സാധനങ്ങളും എടുത്തു. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. അവർ വേഗം ശമര്യയുടെ അടുക്കൽ മടങ്ങി വന്ന് രാജാവിനോട് വിവരം അറിയിച്ചു. എലീശ പറഞ്ഞതുപോലെ താമസിയാതെ ആളുകൾ ശമര്യയുടെ കവാടത്തിലെ സിറിയൻ ക്യാമ്പിൽ നിന്ന് ഭക്ഷണം വിൽക്കാൻ തുടങ്ങി. ദൈവം ഇസ്രായേലിനെ രക്ഷിച്ചു. ദൈവം തന്റെ ദാസനായ എലീശായെയും രക്ഷിച്ചു. സുഹൃത്തുക്കളെ, നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ദൈവം യേശുവിനെ അയച്ചു. ഇതാണ് നല്ല വാർത്ത അഥവാ സുവിശേഷം. നാം അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം. സംഭവം 7. യോന ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. എലീശയുടെ മരണശേഷം ഇസ്രായേലിൽ യോന എന്നു പേരുള്ള മറ്റൊരു പ്രവാചകനുണ്ടായിരുന്നു. ദൈവം യോനയോട് അരുളി ചെയ്തു, നിനവേ എന്ന മഹാപട്ടണത്തിൽ ചെന്ന് അതിനെതിരെ പ്രസംഗിക്കുവിൻ. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിനവെ നിവാസികളും ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നു. യോന അവരുടെ അടുക്കൽ പോകാൻ ആഗ്രഹിച്ചില്ല.
അതിനാൽ അദ്ദേഹം ഓടിപ്പോകാൻ ശ്രമിച്ചു. വിദൂര രാജ്യത്തേക്ക് പോകുന്ന ഒരു കപ്പൽ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം തന്റെ യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു. അതിൽ കയറി. കപ്പൽ പുറപ്പെട്ടു. താമസിയാതെ കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റുയർന്നു. കപ്പലിൽ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി. അവർ പറഞ്ഞു, ആരാണ് ഇതിന്റെ ഉത്തരവാദികളെന്ന് നമുക്ക് നറുക്കിട്ട് നോക്കാം. നറുക്ക് യോനയ്ക്ക് വീഴുകയും അവർ യോനയെ കുറ്റപ്പെടുത്താനും തുടങ്ങി. സംഭവം 8. യോനയെ തിമിംഗലം വിഴുങ്ങുന്നു. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 2-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. നാവികർ യോനയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അവർ യോനയോട് വീണ്ടും ചോദിച്ചു, സമുദ്രത്തെ ശാന്തമാക്കാൻ ഞങ്ങൾ നിന്നോട് എന്താണ് ചെയ്യേണ്ടത്? യോന പറഞ്ഞു, എന്നെ കടലിലെറിയുക. ഈ കൊടുങ്കാറ്റ് നമ്മളുടെ മേൽ വന്നത് എന്റെ തെറ്റാണെന്ന് എനിക്കറിയാം. ആ പുരുഷന്മാർ യോനയെ കൊല്ലാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ കൊടുങ്കാറ്റ് കൂടി വന്നപ്പോൾ അവർ അദ്ദേഹത്തിനെ കടലിൽ എറിഞ്ഞു. എന്നാൽ യോന മരിച്ചില്ല. ദൈവം ഒരു വലിയ മീനിനെ ഒരുക്കിയിരുന്നു. ആ വലിയ മീൻ യോനയെ വിഴുങ്ങി. 3 ദിവസം മീനിന്റെ വയറ്റിൽ അദ്ദേഹം ജീവനോടെ കഴിച്ചുകൂട്ടി. പിന്നീട് മീൻ യോനയെ ഉണങ്ങിയ നിലത്തേക്ക് ഛർദ്ദിച്ചു. സംഭവം 9. യോന നിനവെ പട്ടണത്തിനെതിരെ പ്രവചിക്കുന്നു. യോനായുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ദൈവം വീണ്ടും യോനയോട് സംസാരിച്ചു. നിനവയിൽ ചെന്ന് ഞാൻ നിന്നോട് പറയുന്ന സന്ദേശം അവരോട് പ്രസംഗിക്കുക. അങ്ങനെ യോന ദൈവത്തെ അനുസരിച്ച് നിനവയിലേക്ക് പോയി. 40 ദിവസത്തിനുള്ളിൽ നിനവെ നശിപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. രാജാവും സകല ജനവും തങ്ങളെ രക്ഷിക്കാൻ ദൈവത്തോട് നിലവിളിച്ചു. അവർ അവരുടെ ദുഷിച്ച വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞു. അതിനാൽ അവരെ നശിപ്പിക്കേണ്ടതില്ല എന്ന് ദൈവം തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, നാം എല്ലാവരും യോനായെയും നിനവയിലെ ജനങ്ങളെയും പോലെയാണ്. നാം എല്ലാവരും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ശിക്ഷ അർഹിക്കുന്നു. എങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം തിന്മ ചെയ്യാതിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതിനായി പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി യേശു ക്രൂശിൽ മരിച്ചു. യോന 3 ദിവസം മീനിന്റെ വയറ്റിൽ കിടന്നതുപോലെ യേശു കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നാൽ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏവർക്കും പാപത്തിൽ നിന്നും അതിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും മോചനം ഉറപ്പാണ്. ചില യഹൂദന്മാർ ശത്രുക്കളുടെ ദേശത്ത് വസിക്കാൻ നിർബന്ധിതരായി. എന്നാൽ അവർ ഏക സത്യദൈവമായി യഹോവയെ മാത്രം ആരാധിക്കുകയും അവർ ഉന്നതരായി തീരുകയും ചെയ്തു. അവരുടെ അനുഭവമാണിത്. സംഭവം 10. എസ്തേറും പേർഷ്യയിലെ രാജാവും. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ഇസ്രായേൽ ദേശത്ത് നിന്നുള്ള
ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു എസ്തർ. അവളുടെ മാതാപിതാക്കൾ മരിച്ചുപോയതിനാൽ അമ്മാവൻ മൊർദെഖായിയാണ് അവളെ പരിപാലിച്ചിരുന്നത്. എസ്തറിനെയും മൊർദെഖായിയെയും ഇസ്രായേൽ ജനത്തോടുകൂടി പിടികൂടി പേർഷ്യാദേശത്തേക്ക് കൊണ്ടുപോയി. പേർഷ്യയിലെ രാജാവ് വളരെ ശക്തനായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ ഭയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രാജ്ഞി അദ്ദേഹത്തിനെ ദേഷ്യപ്പെടുത്തിയപ്പോൾ രാജാവ് അവളെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കുവാൻ തീരുമാനിച്ചു. പിന്നെ രാജാവ് തന്റെ രാജ്യത്തിലെ സുന്ദരികളായ എല്ലാ പെൺകുട്ടികളെയും തന്റെ അടുക്കൽ വരുവാൻ കൽപ്പിച്ചു. അവരിൽ നിന്നെല്ലാം അദ്ദേഹം തന്റെ പുതിയ രാജ്ഞിയായി എസ്തറിനെ തിരഞ്ഞെടുത്തു. എന്നാൽ താൻ യഹൂദ വംശജയാണെന്ന് എസ്തർ ആരോടും പറഞ്ഞില്ല. സംഭവം 11. മൊർദെഖായി ഹാമാനെ വണങ്ങാൻ വിസമ്മതിക്കുന്നു. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ഹാമാൻ പേർഷ്യയിലെ ഒരു പ്രധാനിയായിരുന്നു. അദ്ദേഹം കടന്നുപോകുമ്പോൾ എല്ലാ ജനങ്ങളും അദ്ദേഹത്തിനെ വണങ്ങേണ്ടി വന്നു. എന്നാൽ മൊർദെഖായി ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഹാമാന്റെ മുൻപിൽ നമസ്കരിക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നില്ല. ഹാമാന് ദേഷ്യം വന്നു. മൊർദെഖായിയോട് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, യഹൂദന്മാർ രാജാവിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. അവരെ നശിപ്പിക്കുന്നതിന് ഒരു നിയമം ഉണ്ടാക്കട്ടെ. ഹാമാൻ ധാരാളം പണം ഈ കാര്യം നടത്തി കിട്ടേണ്ടതിന് വേണ്ടി രാജാവിന് കൊടുത്തു. അങ്ങനെ രാജാവ് ഹാമാന്റെ അപേക്ഷ അംഗീകരിച്ചു. ഒരു ദിവസം സകല യഹൂദന്മാരെയും കൊല്ലണമെന്ന് ഹാമാൻ ജനത്തോട് പറഞ്ഞു. മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ തന്നെ ഒരു വലിയ തൂക്കുമരം പണിതു. നീ രാജാവിൻ്റെ അടുക്കൽ പോയി നമ്മുടെ ജനത്തിന് വേണ്ടി അപേക്ഷിക്കണമെന്ന് മൊർദെഖായി എസ്തറിനോട് പറഞ്ഞു. എന്നാൽ എസ്തർ ഇങ്ങനെ മറുപടി പറഞ്ഞു, ആരെങ്കിലും വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ പോയാൽ അദ്ദേഹം മരിക്കേണ്ടതാകുന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൾ യഹൂദരോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ രാജാവിന്റെ അടുക്കൽ പോകും. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. സംഭവം 12. എസ്തേറിന്റെ വിരുന്ന്. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ദൈവം യഹൂദരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി. രാജാവ് എസ്തറിനെ സ്വീകരിച്ചു. അവൾ അദ്ദേഹത്തിനെ ഒരു പ്രത്യേക വിരുന്നിന് ക്ഷണിച്ചു. എസ്തർ ഹാമാനെയും ക്ഷണിച്ചു. വിരുന്നിൽ വെച്ച് രാജാവ് ചോദിച്ചു, എസ്തർ രാജ്ഞി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എസ്തർ പറഞ്ഞു, ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എന്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്കും ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്. രാജാവ് ചോദിച്ചു, ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ ധൈര്യം വന്നത്? അപ്പോൾ എസ്തർ പറഞ്ഞു, ഈ ദുഷ്ടനായ ഹാമാനാണ് ഞങ്ങളുടെ ശത്രു. ഹാമാന്റെ ദുഷ്ടപദ്ധതികളെക്കുറിച്ച് കേട്ടപ്പോൾ രാജാവിന് വളരെ ദേഷ്യം വന്നു. ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിവെച്ച തൂക്കുമരത്തിൽ അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നു. യഹൂദന്മാർ അങ്ങനെ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, എസ്തർ തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായിരുന്നു. അതുപോലെ യേശുവും നമ്മളെയെല്ലാം രക്ഷിക്കുവാൻ വേണ്ടി മരിച്ചു. സംഭവം 13. ദാനിയേലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ബാബിലോണിൽ. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ദാനിയേലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും യഹൂദന്മാർ ആയിരുന്നു. ശത്രുക്കൾ അവരെ ബാബിലോൺ ദേശത്തേക്ക് കൊണ്ടുപോയി. ബാബിലോൺ രാജാവിനെ സേവിക്കാൻ അവരെ നിർബന്ധിച്ചു. അതിനാൽ അവർക്ക് ബാബിലോണിന്റെ ഭാഷയും
ആചാരങ്ങളും പഠിക്കേണ്ടി വന്നു. ദാനിയേലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അവർക്ക് നിഷിദ്ധമായ രാജാവിന്റെ ആഹാരം കഴിക്കാൻ വിസമ്മതിച്ചു. അത് യഹൂദരുടെ ആചാരങ്ങൾക്ക് എതിരായിരുന്നു. തങ്ങൾ ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും അദ്ദേഹത്തിനെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ കഴിക്കാൻ പച്ചക്കറികളും കുടിക്കാൻ വെള്ളവും മാത്രം ആവശ്യപ്പെട്ടു. അവർ മെലിഞ്ഞവരും രോഗികളുമായി തീരുമെന്ന് അവരെ സംരക്ഷിക്കുവാൻ ചുമതലയുള്ള ആൾ ഭയപ്പെട്ടു. എന്നാൽ ദൈവം അവരെ പരിപാലിച്ചു. അവർ ബാബിലോണിലെ എല്ലാ ചെറുപ്പക്കാരെക്കാളും ആരോഗ്യമുള്ളവരും ബുദ്ധിയുള്ളവരുമായി തീർന്നു. സംഭവം 14. ദാനിയേലും ബാബിലോണിലെ രാജാവും. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ബാബിലോൺ രാജാവ് ഒരു സ്വപ്നം കണ്ടു. തന്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ രാജാവ് തന്റെ മന്ത്രവാദികളോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവരിൽ ആർക്കും രാജാവിനോട് സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ കഴിഞ്ഞില്ല. അതിനാൽ എല്ലാവരെയും കൊല്ലാൻ രാജാവ് തീരുമാനിച്ചു. ദാനിയേലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ദാനിയേലിന് രാജാവിന്റെ സ്വപ്നം വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അത്ഭുതവാനായ ദൈവം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് രാജാവിനോട് പറയുന്നു. സ്വപ്നത്തിൽ രാജാവ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കണ്ടു. എന്നാൽ അവയെ നശിപ്പിക്കുന്ന ഒരു വലിയ രാജ്യവും അദ്ദേഹം കണ്ടു. അതാണ് എന്നേക്കും നിലനിൽക്കുന്ന ദൈവരാജ്യം. ദാനിയേൽ ഈ കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. രാജാവ് ദാനിയേലിൽ സന്തുഷ്ടനായി. മന്ത്രവാദികൾ ശിക്ഷിക്കപ്പെട്ടില്ല. ദാനിയേൽ മുഴുവൻ ബാബിലോണിന്റെയും അധിപതിയായി നിയമിതനായി. സംഭവം 15. ദാനിയേലിന്റെ കൂട്ടുകാർ രാജാവിന്റെ സ്വർണ്ണ പ്രതിമയെ നമസ്കരിക്കാൻ വിസമ്മതിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ബാബിലോൺ രാജാവ് സ്വർണത്തിന്റെ ഒരു വലിയ പ്രതിമ സ്ഥാപിച്ചു. തന്റെ എല്ലാ ഉദ്യോഗസ്ഥരോടും വന്ന് പ്രതിമ കാണണമെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു. രാജാവിന്റെ സേവകൻ ജനത്തോട് ഇങ്ങനെ കൽപ്പിച്ചു: സംഗീതത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വീണ് സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കണം. ആരെങ്കിലും നമസ്കരിക്കാത്ത പക്ഷം അവനെ തീച്ചൂളയിലെറിയും. ദാനിയേലിന്റെ സുഹൃത്തുക്കളായ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും വിഗ്രഹത്തെ ആരാധിക്കാൻ വിസമ്മതിച്ചു. അവർ യഹോവയായ ദൈവത്തെ മാത്രമേ ആരാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ചിലർ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: യഹൂദരിൽ ചിലർ നിന്നെ ധിക്കരിക്കുന്നു. അവർ രാജാവിന്റെ ദൈവങ്ങളെ സേവിക്കുകയോ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. സംഭവം 16. ദാനിയേലിന്റെ സുഹൃത്തുക്കളെ തീച്ചൂളയിൽ എറിയുന്നു. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും വിളിപ്പിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു: നിങ്ങൾ സ്വർണത്തിന്റെ പ്രതിമയെ ആരാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ തീച്ചൂളയിൽ എറിയപ്പെടും. ഏത് ദൈവമാണ് നിങ്ങളെ രക്ഷിക്കുക? അവർ പറഞ്ഞു: ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. ദൈവം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീച്ചൂളയിൽ എറിയപ്പെട്ടു. അപ്പോൾ രാജാവ് വിളിച്ചു പറഞ്ഞു: നോക്കൂ, 4 പേർ തീയിൽ ചുറ്റിക്കറങ്ങുന്നത് ഞാൻ കാണുന്നു. 4-ാമൻ ദൈവപുത്രനെ പോലെ കാണപ്പെടുന്നു. രാജാവ് അവരോട് തീച്ചൂളയിൽ നിന്നും പുറത്തു വരുവാൻ കൽപ്പിച്ചു. 3 പേരും തീയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ
അവർക്കൊട്ടും പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോയുടെയും ദൈവമായ യഹോവ തന്റെ ദൂതനെ അയച്ച് അവരെ രക്ഷിച്ചു. മറ്റൊരു ദൈവത്തിനും ഇതുപോലെ രക്ഷിക്കാൻ കഴിയില്ല. സംഭവം 17. പ്രതിസന്ധി ഘട്ടത്തിലും ദാനിയേൽ ദൈവത്തോടുള്ള പ്രാർത്ഥന തുടരുന്നു. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ദാനിയേലിന് ആ ദേശത്ത് വലിയ അധികാരം ഉണ്ടായിരുന്നതിനാൽ മറ്റുദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തോട് വളരെ അസൂയ തോന്നി. ദാനിയേൽ രാജാവിനെ അനുസരിച്ചതിനാൽ അവർക്ക് ദാനിയേലിൽ ഒരു തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ദാനിയേലിന്റെ ശത്രുക്കൾ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവേ, നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദൈവത്തോടോ മനുഷ്യനോടോ പ്രാർത്ഥിക്കുന്ന ഏവനും സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെടുമെന്ന് രാജാവ് കൽപ്പിക്കണം. രാജാവ് ആ പുരുഷന്മാരുമായി യോജിച്ചു. അദ്ദേഹം പുതിയ നിയമമുണ്ടാക്കി. ദാനിയേൽ രാജാവിന്റെ പുതിയ നിയമത്തെക്കുറിച്ച് കേട്ടു. എന്നാൽ അദ്ദേഹം എല്ലാ ദിവസവും ചെയ്യുന്നതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തുടർന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കണ്ട് ശത്രുക്കൾ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദാനിയേൽ, നീ ഉണ്ടാക്കിയ ന്യായപ്രമാണം അനുസരിച്ചില്ല. സംഭവം 18. ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിയുന്നു. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുന്നു. ദാനിയേൽ മരിക്കാൻ രാജാവ് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ രാജാവിന് നിയമം മാറ്റാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ദാനിയേലിനെ സിംഹങ്ങളുടെ അടുക്കലേക്ക് എറിഞ്ഞു. പിറ്റേന്ന് അതിരാവിലെ രാജാവ് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഓടി. രാജാവ് ചോദിച്ചു, ദാനിയേലേ, സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവത്തിന് കഴിഞ്ഞോ? ദാനിയേൽ രാജാവിനോട് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, രാജാവേ, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു കളഞ്ഞു. രാജാവ് അത്യധികം സന്തോഷിച്ചു. ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് പുറത്തെടുത്തു. രാജാവിന്റെ കൽപ്പന പ്രകാരം ദാനിയേലിന്റെ ശത്രുക്കളെ സിംഹങ്ങളുടെ അടുക്കൽ എറിഞ്ഞു. ഉടനെ തന്നെ സിംഹങ്ങൾ അവരെ കഷണങ്ങളാക്കി കീറി. കൂട്ടുകാരെ, ദാനിയേലിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചാൽ മനുഷ്യൻ നമ്മോട് എന്തു ചെയ്യുമെന്ന് നാം ഭയപ്പെടേണ്ടതില്ല. മനുഷ്യർ നമ്മെ കൊന്നാലും നമുക്ക് പ്രത്യാശയുണ്ട്. യേശു ദൈവത്തിൽ നിന്ന് വന്നത് മരണാനന്തര ജീവിതം നൽകാനാണ്. സംഭവം 19. നെഹമ്യാവ് രാജാവിനോട് യെരുശലേമിനെ പറ്റി പറയുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 1-2 അധ്യായങ്ങളിലാണ് ഈ സംഭവം പറയുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ഒരു യഹൂദനായിരുന്നു നെഹമ്യാവ്. ദാനിയേലിന്റെ കാലത്തിനു ശേഷം അദ്ദേഹം ബാബിലോണിൽ താമസിച്ചു. അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ നഗരമായ യെരുശലേം നശിച്ചുപോയിരുന്നു. അവിടെ താമസിച്ചിരുന്ന യഹൂദന്മാർ വലിയ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നു. നെഹമ്യാവ് ഒരു വലിയ രാജാവിന്റെ ദാസനായിരുന്നു. ഒരു ദിവസം രാജാവിന് വീഞ്ഞു വിളമ്പുമ്പോൾ രാജാവ് നെഹമ്യാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്റെ മുഖം ഇത്ര സങ്കടകരമായിരിക്കുന്നത്? നെഹമ്യാവ് രാജാവിനോട് യെരുശലേമിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജനമായ യഹൂദരെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്കെന്താണ് ആവശ്യം? ചോദിക്കുക. നെഹമ്യാവ് നിശബ്ദമായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് പറഞ്ഞത്, രാജാവേ, ഞാൻ അതിനെ പുനർനിർമ്മിക്കേണ്ടതിന് എന്നെ എൻ്റെ പിതാക്കന്മാരുടെ പട്ടണത്തിലേക്ക് അയക്കണമേ. ദൈവം നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും രാജാവ് അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തു.
സംഭവം 20. നെഹമ്യാവ് നശിപ്പിക്കപ്പെട്ട നഗരം പരിശോധിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 7 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം പറയുന്നത്. തന്നെ സഹായിക്കാൻ രാജാവ് നെഹമ്യാവിന് പണിയായുധങ്ങളെയും ആളുകളെയും നൽകി. അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. യഹൂദന്മാരുടെ ശത്രുക്കൾ നെഹമ്യാവിനെക്കുറിച്ച് കേട്ടു. അവർ ദേഷ്യപ്പെട്ടു. യഹൂദരെ സഹായിക്കാൻ ആരുമുണ്ടാവരുതെന്ന് അവർ ആഗ്രഹിച്ചു. നെഹമ്യാവ് അവരെ ഭയപ്പെട്ടില്ല. നെഹമ്യാവ് യെരുശലേമിനെ പരിശോധിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ അദ്ദേഹം നഗരത്തിന്റെ തകർന്ന മതിലുകൾക്ക് ചുറ്റും സഞ്ചരിച്ചു. താൻ എന്താണ് ചെയ്യുന്നതെന്ന് ആരും അറിയാതിരിക്കാൻ അദ്ദേഹം രാത്രിയിലാണ് പോയത്. പിറ്റേന്ന് രാവിലെ നെഹമ്യാവ് യഹൂദന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്: വരൂ, നമുക്ക് യെരുശലേമിന്റെ മതിലുകൾ പണിയാം. ഇനി നമ്മൾ അപമാനിതരാവുകയില്ല. ദൈവം തന്നോടൊപ്പമുണ്ടെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അവർ ശത്രുക്കളെ ഭയപ്പെട്ടില്ല. അതുകൊണ്ട് യഹൂദന്മാർ നെഹമ്യാവിനൊപ്പം പ്രവർത്തിക്കാൻ സമ്മതിച്ചു. സംഭവം 21. നെഹമ്യാവ് യെരുശലേമിന്റെ മതിലുകൾ പണിയുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ സംഭവം പറയുന്നത്. യഹൂദന്മാർ പണിയെടുക്കാൻ തുടങ്ങി. ചിലർ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മറ്റുള്ളവർ മതിലുകൾ പണിത് കതകുകൾ വച്ചു. യഹൂദരുടെ ശത്രുക്കൾ വളരെ കോപാകുലരായി. ജോലി ചെയ്യുമ്പോൾ യഹൂദന്മാരെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് നെഹമ്യാവ് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തു ചെയ്യണമെന്നുള്ളതിന് തീരുമാനമെടുക്കുവാൻ അദ്ദേഹത്തിന് ദൈവസഹായം ആവശ്യമായിരുന്നു. എന്നിട്ട് തൊഴിലാളികളെ സംരക്ഷിക്കാൻ അദ്ദേഹം ആയുധധാരികളെ മതിലുകളിൽ നിർത്തി. എല്ലാവരും ആയുധമെടുത്ത് യുദ്ധത്തിന് തയ്യാറെടുത്തു. ശത്രുക്കൾക്ക് നെഹമ്യാവിനെയോ യഹൂദരെയോ കൊല്ലാൻ കഴിഞ്ഞില്ല. അങ്ങനെ പണി തുടരുകയും വെറും 52 ദിവസത്തിനുള്ളിൽ മതിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. സംഭവം 22. എസ്ര ദൈവത്തിന്റെ നിയമം വായിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം പറയുന്നത്: മതിലുകൾ പൂർത്തിയായ ശേഷം യഹൂദന്മാർ യെരുശലേമിൽ ഒത്തുകൂടി. ദൈവത്തിന്റെ പുരോഹിതനായ എസ്ര അവർക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അതായത് തിരുവെഴുത്തുകളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. തങ്ങൾ ദൈവനിയമങ്ങൾ അനുസരിക്കുന്നില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ആളുകളിൽ ചിലർ കരയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ദൈവം ശത്രുക്കളെ അവരുടെ നഗരം നശിപ്പിക്കാൻ അനുവദിച്ചത്. യഹൂദന്മാർ തങ്ങളുടെ പാപവഴികളിൽ നിന്ന് മടങ്ങുവാനും ദൈവത്തിന്റെ വഴികളിൽ വീണ്ടും പിന്തുടരുവാനും ആഗ്രഹിച്ചു. നെഹമ്യാവ് ജനത്തോട് പറഞ്ഞു: ദുഃഖിക്കേണ്ട, കർത്താവിങ്കിലെ സന്തോഷമാണ് നമ്മുടെ ബലം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നാം ദൈവത്തെ അറിയുകയും അദ്ദേഹത്തിന്റെ വിശുദ്ധ പുസ്തകം, അതായത് ബൈബിൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് സന്തോഷവും ആത്മീയ ശക്തിയും നൽകുന്നു. നെഹമ്യാവിന്റെ ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സംഭവം 23. നമുക്ക് യേശുവിനെ പിന്തുടരാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെയും റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ സംഭവം പ്രതിപാദിക്കുന്നത്. ദൈവത്തെ അറിയാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ വഴി കാണിച്ചു തരാൻ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുയേശുവിനെ അയച്ചു. യേശു
ഭൂമിയിൽ ജീവിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. മനുഷ്യരെ സഹായിക്കാൻ കർത്താവ് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തു. നാം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. എന്നാൽ നാം അദ്ദേഹത്തിന്റെ മാർഗങ്ങൾ പിന്തുടർന്നില്ല. നാം എല്ലാവരും ദൈവത്തിനെതിരെ പാപം ചെയ്തു. പാപത്തിനുള്ള ശിക്ഷ എന്നേക്കുമായി ആത്മീയ മരണമാണ്. ദൈവം എലീശായെയും ദാനിയേലിനെയും മറ്റുള്ളവരെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ കൊല്ലാൻ ദുഷ്ടന്മാരെ ദൈവം അനുവദിച്ചു. അവർ അദ്ദേഹത്തിനെ ഒരു മരക്കുരിശിൽ തറച്ചു. യേശു നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ സ്വയമേ ഏറ്റെടുക്കുവാൻ യേശു മനസ്സ് കാണിച്ചു. യേശുവിന്റെ മരണത്താൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ വരാൻ കഴിയും. അദ്ദേഹം നമുക്ക് നിത്യജീവൻ നൽകിത്തരും. നമുക്ക് ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അദ്ദേഹത്തിനെ സേവിക്കാനും കഴിയും. സംഭവം 24. യേശു നിത്യജീവനിലേക്കുള്ള വഴി കാണിക്കുന്നു. സുഹൃത്തുക്കളെ, മരണത്തിലേക്ക് നയിക്കുന്ന വലിയതും വിശാലവുമായ ഒരു വഴിയിലൂടെ നടക്കുന്നത് പോലെയാണ് ജീവിതം. എല്ലാവരും ദൈവത്തെ വെറുത്തു. നാം എല്ലാവരും സാത്താന്റെ വഴിയിലാണ്. അത് മരണശേഷം നമ്മെ നിത്യനരകത്തിലേക്ക് നയിക്കുന്നു. ഈ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ യേശു കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്തു. പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റു, വീണ്ടും ജീവനോടെ ഇരിക്കുന്നു. ഇപ്പോൾ യേശു നമുക്ക് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നു. നാം ഇപ്പോൾ യേശുവിന്റെ വഴി പിന്തുടരണം. ഇത് കഠിനവും ഇടുങ്ങിയതുമായ വഴിയാണ്. ദാനിയേലിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും പോലെ ചിലപ്പോൾ ഈ ജീവിതത്തിൽ നാം കഷ്ടപ്പെട്ടേക്കാം. എന്നാൽ യേശുവിന്റെ വഴി സ്വർഗത്തിലേക്ക് നയിക്കുന്നു. അവിടെ കഷ്ടപ്പാടില്ല. അത് നിത്യമായ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്ഥലമാണ്. ദൈവം അവിടെയുണ്ട്. യേശു പറഞ്ഞു, ഞാനാണ് വഴി. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ യേശുവിനോട് ആവശ്യപ്പെടുക.